പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17 തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ നിന്നും ദൈവീക ജ്ഞാനവും പരിശുദ്ധാത്മാവിനെയും നൽകുന്നില്ലെങ്കിൽ ദൈവഹിതം അറിയുവാൻ നമുക്ക് കഴിയുകയില്ല. നാം ദൈവഹിതം അറിഞ്ഞ് ദൈവഹിതം നിറവേറ്റി ജീവിക്കേണ്ടവരാണ്. ദൈവഹിതം അറിയുവാനായിട്ട് നമുക്ക് ദൈവീക ജ്ഞാനവും പരിശുദ്ധാത്മാവിനെയും ലഭിക്കണം. ഇവ രണ്ടും ലഭിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13 പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയും യേശു നമ്മോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വർഗത്തിൽ നിന്നും വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശുനാഥൻ നമ്മെ അനാഥരായി വിടുകയല്ല ചെയ്തത്. എന്നേക്കും നമ്മോടൊപ്പമായിരിക്കുവാൻ നമ്മുടെ നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഈ ആത്മാവാണ് നാം എപ്രകാരമാണ് ദൈവഹിതം നിറവേറ്റി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ നയിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. നാം നിത്യവും പ്രാർത്ഥിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവ നമ്മിൽ ഉണ്ടാകും. അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും വിശ്വാസവും എല്ലാം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ജ്ഞാനം 6:11 നമുക്ക് ദൈവീക ജ്ഞാനം എങ്ങനെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ വചനങ്ങളിൽ നാം അതിയായ ആഗ്രഹം പുലർത്തുകയും വചനം വായിക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് സ്വർഗീയ ജ്ഞാനം ലഭിക്കുന്നത്. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം നമ്മെ നയിക്കുമ്പോൾ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മാത്രമല്ല ദൈവം നമ്മിൽ വസിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്, അല്ലെങ്കിൽ നാം പ്രലോഭനങ്ങളിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24 യേശു ചോദിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്? തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും ദൈവഹിതപ്രകാരം ജീവിക്കുവാനും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശക്തിയും സഹായകനുമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാനുള്ള ഒരു താല്പര്യം നമ്മിൽ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നതിനായിട്ട് വേണ്ടിയാണ് നാം നിത്യവും പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.